എന്താ മോളെ, സന്തോഷായില്ലേ നിനക്ക്? സന്തോഷായില്ല എന്ന് പറയില്ല ഞാൻ. പക്ഷെ ഇതിനുള്ള അർഹത എനിക്കുണ്ടോന്ന് എനിക്കറിയില്ല ഭൈരവിയമ്മ. അതൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. ഇപ്പൊ ഈ കുടുംബത്തിൽ ഈ മരതകമാല കഴുത്തിലണിയാനുള്ള യോഗ്യത എന്തുകൊണ്ടും നിനക്കാണ് കുട്ടി. ഈശ്വരമംഗലത്തിനും ഇവിടെയുള്ള ആർക്കും ഒരു കുഴപ്പവും വരുന്നത് നീ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ മുത്തശ്ശിയുടെ പ്രാർത്ഥന അനുഗ്രഹവും എന്നും മോൾക്കുണ്ടാവും. ഭൈരവിയമ്മേ, ഈ കാണിച്ചത് മഹാചതിയായിപ്പോയി. കാല് തിരുമിയും ഭക്ഷണം വിളമ്പിയും ഇവള് മയക്കിയെടുത്തതാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. മോശമായിപ്പോയി ഇപ്പൊ എന്നോട് ഈ കാണിച്ചത്. വായടക്കടി. പറയിപ്പിക്കരുത് എന്നെ കൊണ്ട്, കേട്ടല്ലോ? മുഖത്ത് നോക്കി ചോദ്യം ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, അതിനുള്ള അവസരമായി ഞാനിതിനെ കാണുന്നില്ല. അതുകൊണ്ട് നാവടക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. അധികാരത്തിന്റെ അടയാളം മാത്രമേ ഞാൻ നിധിക്ക് കൈമാറിയിട്ടുള്ളൂ. ഭൈരവിയമ്മ ഇപ്പോഴും എപ്പോഴും പഴയ ഭൈരവിയമ്മ തന്നെയായിരിക്കും. ഇനി നീ നിധി ഉപദ്രവിക്കാൻ നിന്നാല് ഒരു വരവോട് ഞാനിങ്ങി വരും. ഒരു വരവോട് ഞാൻ വന്നാ ചോദ്യം ചെയ്യാനാവില്ല, നിന്നെ ഈ പടിക്ക് പുറത്താക്കാനായിരിക്കും. ഓർത്തോ? നിക്ക്. എവിടെ പോവാ നീ? ഞാൻ ഇറങ്ങാണ്. യാത്രയാക്കിട്ട് മതി നിന്റെ തിരിച്ചുപോക്ക്. ഗൗതം, വാ ഇങ്ങോട്ട്. പറഞ്ഞു കേട്ടില്ലേ വരാൻ? അപ്പോ ഇനിയൊരു യാത്ര പറച്ചിലില്ല, ഇനിയൊരു വരവുണ്ടാവൂന്നും അറിയില്ല. ഞാൻ ഇറങ്ങാം. ഇനിയൊരു വരവില്ലെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഞങ്ങളുടെ പുതിയ വീടിന്റെ പണി പൂർത്തിയായി വരിക. അതിന്റെ ഗൃഹപ്രവേശ ചടങ്ങിന് ഭൈരവിയമ്മ ഉണ്ടാവണം. ഭൈരവിയമ്മ വേണം കാർമ്മിക സ്ഥാനത്ത് നിൽക്കാൻ. വരാൻ ശ്രമിക്കാവുന്നല്ലാതെ ഇപ്പൊ ഒന്നും പറയാനാവില്ല മോളെ. എന്തായാലും നമ്മുടെ ഈ ഈശ്വരമംഗലം തറവാടിനെ നയിച്ചുകൊണ്ട് പോവാൻ മോൾക്കാവട്ടെ. ഇടയ്ക്ക് വിളിക്കണം. ഉറപ്പായും വിളിക്കാം. അപ്പോ എല്ലാവരോടും ഞാൻ യാത്ര പറയുന്നു. പൊക്കോട്ടെ. ഭൈരവമ്മ വന്നപ്പോ ഒരു ഭയവും അനിഷ്ടമായിരുന്നെങ്കിലും യാത്ര പറഞ്ഞ് തിരിച്ചു പോയപ്പോ എന്തോ ഒരു സങ്കടം. സത്യം, കുറച്ചു ദിവസം കൂടി അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുക.